യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. രഘു വായിരിക്കും. എന്താ സാർ ഇതുവരെ ലോഡ് എടുക്കാൻ വണ്ടി വന്നില്ലല്ലോ? സാറിനെ വിളിച്ചിട്ട് ഫോൺ കൊടുക്കുന്നില്ല, എന്താ പറ്റിയ? അത് ഫ്ലൈറ്റിൽ പാഴ്സൽ അയക്കുന്നതുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രശ്നങ്ങൾ. അതെന്താ സാർ? കാർഗോ സെക്ഷനിലെ ചില കസ്റ്റംസ് ഇഷ്യൂമായി ബന്ധപ്പെട്ട് കമ്പനികൾക്കിടയിലുള്ള തർക്കങ്ങൾ കാരണം ഇപ്പൊ പാഴ്സൽ അയക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. സാറേ, എനിക്കതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. ലോഡ് എടുക്കാൻ വേണ്ടി വണ്ടി വരാതിരുന്നപ്പോൾ ഞാൻ ടെൻഷനായി. സാറിനെ വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ കൊടുത്തില്ല. സാർ ആ ഫോൺ എടുത്ത് കാര്യം എന്താന്ന് പറഞ്ഞിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഫ്ലൈറ്റിൽ അയക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഷിപ്പിൽ അയച്ചാൽ മതിയോന്ന് ഞാൻ റിക്വസ്റ്റ് മെയിൽ വിദേശത്തുള്ള കമ്പനിക്ക് അയച്ചിട്ടുണ്ട്. അതിന്റെ മറുപടി ഒന്നും വന്നിട്ടില്ല. മറുപടി വരാതെ എനിക്കൊന്നും പറയാൻ കഴിയില്ല. അതാണ് ഞാൻ ഇതുവരെ രഘുവിന്റെ ഫോൺ എടുക്കാതിരുന്നത്. ഈ ഷിപ്പിൽ അയച്ചാൽ അതവിടെ എത്താൻ ഒരുപാട് താമസിക്കില്ലേ? അവരതിന് സമ്മതിക്കുമോ? നാളെ റിപ്ലൈ വരുമെന്ന് കരുതിയാ ഞാനിരിക്കുന്നത്. വന്ന ഉടനെ രഘുവിനെ വിവരം അറിയിക്കാം. ലോഡ് എടുക്കാൻ വണ്ടി അയക്കാം. ശരി സാറേ, ഞാൻ വിളിക്കുമ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്യണേ. ഞാൻ എടുത്തോളാം. ശരി സാർ. ആവുമ്പോ ഒന്ന് പോക്കണ്ട അടാ. ഇങ്ങനെ വെറുതെ നടക്കാൻ നല്ലത് വലിയ കാര്യമൊന്നുമില്ല. അവനെന്തിനാ വന്നേ? ലോഡ് എടുക്കാൻ വണ്ടി വരാത്തോണ്ട് അന്വേഷിച്ച് വന്നതാ. ആ കൊട്ടേഷനൊക്കെ എപ്പോഴേ വിദേശത്തേക്ക് പോയി കഴിഞ്ഞൊന്ന് അവൻ അറിയുന്നില്ലല്ലോ. ശബരിക്ക് രഘുവിനും നല്ലൊരു 8ന്റെ പണി കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് കുറെ നാളായി. ഇപ്പോഴതിനൊരു അവസരം ഒത്തു വന്നേ. ഇതിപ്പോ എനിക്ക് വലിയ പ്രയോജനം ഉണ്ടായി. രഘുവിന് പണി കൊടുക്കാനും പറ്റി. നല്ലൊരു വിദേശ ഓർഡർ നമ്മുടെ കമ്പനിക്ക് കിട്ടുകയും ചെയ്തു. എല്ലാരും പറഞ്ഞതിൽ കൂടുതൽ കമ്മീഷൻ നിങ്ങൾ തന്നതുകൊണ്ടാ ഞാനിതിന് സമ്മതിച്ചത്. എല്ലാം നമ്മൾ വിചാരിച്ച പോലെയൊക്കെ നടന്നു. ശബരി മാത്രം തൽക്കാലം ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു. ഇനി അവന് കൂടി നല്ലൊരു പണി കൊടുത്താ എനിക്ക് സമാധാനമായി. അതിനൊക്കെ നമുക്ക് അവസരം കിട്ടുന്നേ. സമയമുണ്ടല്ലോ. രഘുവിന് കൊടുത്ത പോലെ ശബരിക്കും കൊടുക്കണം. കൊടുക്കാം. അടിയോടെ ഇല്ലാതാവണം. രഘു അവന്റെ മുഴുവൻ സമ്പാദ്യവും അവനെ താങ്ങുന്നതിൽ കൂടുതൽ കടവും പലിശക്കെടുത്താ ഈ ഓർഡർ ഏറ്റെടുത്തത്. അത് നഷ്ടപ്പെടുന്നതോടെ അവനില്ലാതാവും. അതാ എനിക്ക് വേണ്ടത്. കമ്പനിയിലിട്ട് എന്നെ തല്ലിച്ചതച്ചതിന് അവനിതിനപ്പുറവും അനുഭവിക്കണം. വേണ്ടിന്ദ്രേ, ഈ സമയത്ത് നമുക്കിടയിൽ ആരും വേണ്ട. നീ ഞാനും മാത്രം മതി. ഇന്ദ്ര, കുറച്ച് വെള്ളമെങ്കിലും കുടിക്കും. വേണ്ടച്ചാ, എനിക്കിപ്പോ ഒന്നും വേണ്ട. ഇന്ദ്രൻ ഇങ്ങനെ തളർന്ന പാവ അനുവിന്റെ അവസ്ഥ എന്താ? ഓപ്പറേഷൻ കഴിഞ്ഞു വരുമ്പോ അവക്ക് ധൈര്യം കൊടുക്കേണ്ടത് ഇന്ദ്രനല്ലേ? ബിച്ചുമോനും സത്യനൊക്കെ എവിടെ? സത്യൻ ഭാനുവമ്മയും മോനെയും വീട്ടിൽ കൊണ്ടുവിടാൻ പോയിരിക്ക. അവനിപ്പോ വരും. അല്ല, ഇന്ദ്രനെ മോനെ അടുത്ത് വേണമെന്നുണ്ടെങ്കിൽ കൊണ്ടുവരാൻ പറയാം. വേണ്ട വേണ്ട, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. രഘുവേട്ടൻ ഈ നേരത്തെ എവിടെ പോയതാ? ആ ഏജന്റ് ഒന്ന് കാണാൻ പോയതാ. അയാളെ വിളിച്ചിട്ട് കിട്ടുന്നില്ലായിരുന്നു. എന്നിട്ട് കണ്ടോ? ഈ കാർഗോ വഴി
ലോഡ് അയക്കാനുള്ള പേപ്പേഴ്സ് ശരിയാവുന്നുണ്ടെന്ന് പറഞ്ഞ് 2 ദിവസത്തിനകത്ത് ശരിയാവും. ഓ ആശ്വാസായി. വരുമ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഫ്ലാസ്കിൽ കുറച്ച് ചായ എടുത്തു. ബ്രെഡും ബിസ്ക്കറ്റും ഉണ്ട്. ഇന്ദ്രന് വേണമെങ്കിൽ ഒരു ചായ കൊടുക്കാം. വേണ്ട രഘുവേട്ട, അനുവിന്റെ ഓപ്പറേഷൻ കഴിയാതെ ഇന്ദ്രനൊന്നും കഴിക്കുമെന്ന് തോന്നില്ല. അച്ഛൻ വെള്ളം കൊടുത്തിട്ട് പോലും കുടിച്ചില്ല. ദാ. ആ സത്യനിവിടെ ഉണ്ടെങ്കിൽ നിന്നെ കാണുമ്പോ വഴക്കിടാൻ വരുമോ ഹർഷേ? എന്തിന്? ഇതൊരു ഹോസ്പിറ്റലല്ലേ, ഇവിടെ ആർക്കാ വന്നുവിടാത്തത്? എന്നാലും നമ്മൾ ഒരുമിച്ച് കാണുമ്പോ അതിപ്പോ സത്യന് മാത്രമല്ല പലർക്കും പൊള്ളും. നമ്മളതൊന്ന് കാര്യമാക്കണ്ട ആന്റി. ആ പിന്നെ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നമ്മൾ തമ്മിൽ യാദൃശ്യമായിട്ട് കണ്ടതാണെന്ന് പറഞ്ഞാൽ മതി. ആന്റി വാ. ആ മോനെ ഇന്ദ്ര, നീ എന്താടാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? ആ അനുവിനെ ഓപ്പറേഷന് കൊണ്ടുപോയോ? അല്ല, ആരും എന്താ ഒന്നും മിണ്ടാത്തത്? അനുവിനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയോ മാഷേ? ആ കൊണ്ടുപോയി കുറച്ചു നേരമായി. അത് ശരി. ഇന്ദ്രൻ വരുന്നതിന് മുമ്പ് കൊണ്ടുപോയി കാണുമല്ലേ? അതാ എന്റെ മോനിത്ര വിഷമം. അവൻ അവസാനമായിട്ട് അവളെ ഒന്ന് കാണണമെന്നുണ്ടാവില്ലേ? ഞാനും അവളെ ഒന്ന് കാണാൻ വേണ്ടി ഓടി വന്നത്. ഞങ്ങളെ ഒന്ന് കാത്തു നിൽക്കായിരുന്നില്ലേ മാഷേ? ഇന്ദ്രൻ ഒപ്പിട്ട് കൊടുത്തതിന് ശേഷമാണ് അനുവിനെ ഓപ്പറേഷന് കൊണ്ടുപോയത്. അല്ലെങ്കിൽ തന്നെ അവസാനമായിട്ട് കാണാൻ മാത്രം എന്താ? അനുവിനെ കുറച്ചു കഴിയുമ്പോ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കൊണ്ടുവരില്ലേ? ആ ആ അയ്യോ, ആന്റി വേറൊന്നും വിചാരിച്ച് പറഞ്ഞല്ലേ ചേച്ചി. അനുപമയ്ക്ക് ഓപ്പറേഷനാണെന്ന് കേട്ടപ്പോ പാവം ഓടി വന്നതല്ലേ. എന്നിട്ടൊന്ന് കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ള വിഷമോ? നീ അവിടുന്ന് പോന്ന ശേഷം കുഞ്ഞിനെ ശാരദ ഏൽപ്പിച്ച് ഞാൻ എങ്ങനെയൊക്കെ ഓടി വരികയായിരുന്നു. വഴിയിൽ വെച്ച് ഹർഷയെ കണ്ടത് ഭാഗ്യായി. ആന്റി സിറ്റിയിൽ ബസ് ഇറങ്ങി ഓട്ടോയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുമ്പോഴാ ഞാൻ കണ്ടത്. അനുപമയുടെ അവസ്ഥ അറിഞ്ഞ് ഞാൻ ശരിക്കും ഞെട്ടി.